അപ്പോൾ നമ്മൾ സിദ്ദിഖിക്ക പറഞ്ഞു ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ പറഞ്ഞമാതിരി ഓരോ സീനുകൾ ചെയ്യുമ്പോഴേ പുള്ളി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഞാൻ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതാണെന്നുള്ളതിൽ ഞാൻ ജീവിതത്തിൽ ഞാൻ ഇതിൽ കണ്ടത് ഞങ്ങൾ ഓഫീസിലെ വല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫുഡ് ഇൻസ്പെക്ടറെ നേരിട്ട് കണ്ടേക്കണം. ഞങ്ങളായാലും ഫുഡ് ഇൻസ്പെക്ടറെ ജീവിതത്തിൽ നേരിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും താലൂക്കിൽ ഒരാളുണ്ട്. അപ്പൊ ഞാനൊരു ഫുഡ് ഇൻസ്പെക്ടറാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ പഞ്ചായത്തിലെ ഫുഡ് ഇൻസ്പെക്ടറെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഇതൊക്കെ എനിക്കറിയാം. കാരണം എങ്ങനെയാണ് ഒരു കടയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു തമാശയും കൂടി പറയാം ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇദ്ദേഹം വെൽ ഡ്രസ്സിൽ അത് വളരെ കണിച്ചത കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സതീശൻ, ഫുഡ് ഇൻസ്പെക്ടർ. അയാൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എപ്പോഴും. ഒരു കടയിൽ ചെന്നിട്ട് അവിടുത്തെ മുതലാളിനെ വിളിച്ചാൽ ചോദിക്കും, ഈ ഹോട്ടലൊക്കെ ആണെങ്കിൽ മക്കളുണ്ടോ? മക്കളുണ്ട്. എത്ര വയസ്സുണ്ട്? 30 വയസ്സൊക്കെ ഉണ്ട്. പേരക്കിടാങ്ങളുണ്ടോ? പേരക്കിടാങ്ങളുണ്ട്. എത്ര വയസ്സുണ്ട്? 3 വയസ്സുണ്ട്, 5 വയസ്സുണ്ട്. അവരൊക്കെ ഇഷ്ടമാണോ? പിന്നെ പേരക്കിടാ അങ്ങനെ ആയിരിക്കുമല്ലോ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പാകം ചെയ്ത സാധനം ഇവിടെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അതാണ് പുള്ളിയുടെ ഡയലോഗ്. വേറെ ഒന്നും പറയണ്ടല്ലോ എനിക്ക്. ആ പിള്ളേർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ധൈര്യമുള്ള സാധനങ്ങളില്ലേ, അതിവിടെ ഉണ്ടാക്കി വിൽക്കാവുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു ഓഫീസറെ എനിക്കറിയാം. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്തത്. പക്ഷേ ഈ ഇദ്ദേഹം സത്യത്തിലേ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത്, ഞാനും ജൽബായി ക്യാമറ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ മാറി നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ഫീൽഡിൽപ്പെട്ട ഒരു ഫുഡ് ഇൻസ്പെക്ടർ ആ കടയിൽ ഇൻസ്പെക്ഷൻ ചെയ്ത മാതിരിയാണ് ഫീൽ ചെയ്തത്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമായിട്ടാണ് ഒരാൾ അഭിനയിച്ചത്. അതിപ്പോ നന്ദി മാത്രമല്ല, ഇത് അത് വേറെ തമാശയിലല്ല. അതായത് ഇദ്ദേഹം ഞാനപ്പോ ഇത് കണ്ടിട്ട് ഞാൻ ഈ സീനിൽ ഇടപെടാതെ നിന്നുപോയി. കുറച്ചു നേരം സ്തബ്ധനായി നിന്ന് പോകുന്നു പറയില്ലേ, അതേമാതിരി നിന്നുപോയി. അപ്പൊ സത്യത്തിൽ പുള്ളിയുടെ കൂടെ എൻ്റെ സുഹൃത്തും ഈ സിനിമയുടെ സംവിധായകനുമായ ഒരാളാണ് പിയൂനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നിന്ന് പോയപ്പോൾ ഒരു ഷോട്ട് പോണതിന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞാണ് ഇദ്ദേഹം സാധനങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം അങ്ങനെ സ്തബ്ധനായിട്ട് നിന്നപ്പോൾ പിയൂണും സാധനങ്ങൾ എടുത്ത് പരിശോധിക്കുന്നത്. അത് റോങ് ആണ്, അത് പിയൂൺ എടുക്കാൻ പാടില്ലത്. അപ്പൊ ആ ഷോട്ട് പോയിന്നത് നമ്മ വൈകുന്നേരം എടുക്കേണ്ടത്, അത് രണ്ടാമത് എടുക്കേണ്ട വന്നത്. ഇദ്ദേഹം നന്നായി ചെയ്ത സാധനം രണ്ടാമത് എടുക്കേണ്ട വന്നു. കാരണം പിയൂൺ നോക്കിയപ്പോ നല്ല ഒരു തരം. അപ്പൊ അദ്ദേഹം എടുത്ത് പരിശോധിക്കുകയാണ്. അങ്ങനെ പിയൂണിനെ എടുത്ത് പരിശോധിക്കാൻ അധികാരമില്ല. ഈ ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആള് ഗസ്റ്റഡ് ഓഫീസറാണ്. അപ്പൊ ഇദ്ദേഹം 3 പേരെ ആ ഓഫീസിൽ ഉണ്ടാവുള്ളൂ. ഒരു ക്ലർക്കും ഒരു പിയൂണും ഫുഡ് ഇൻസ്പെക്ടറും. ഈ ഓഫീസിലെ ഈ ക്ലർക്കിനെയും ഇവരെയൊക്കെ ഞാൻ സർക്കാർ ഇപ്പൊ പെൻഷനൊക്കെ തരുന്നുണ്ട് BRS എടുത്തെങ്കിലും പറയാൻ പാടില്ല. ഇവര് ഒന്നും ആരും കാണാത്ത ആൾക്കാരാണ്. ഇവരൊന്നും പരിശോധിക്കാനും പോവാറില്ല. ഇത് ഇത് കട്ട് ചെയ്ത് കളയില്ല. ഞാൻ ജീവിതത്തില് സിനിമയില് കോടികൾ പ്രതിഫലം മേടിച്ച് PR വർക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരാളാണ് PR ഷെജീൻ. ഇദ്ദേഹത്തിന്റെ പ്രതിഫലം നിങ്ങൾ പറയണം, എത്ര കോടിയാണ് കൊടുത്തത്? ഇത് അടുത്ത സിനിമയ്ക്ക് എത്ര കൊടുക്കേണ്ടത് പറയണം. ഇദ്ദേഹം അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിപ്പോ നമ്മളൊരു കൊമേഴ്ഷ്യലായിട്ട് തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ വിഷയം എന്നറിയാവോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സാക്ഷരത ഉള്ളൊരു നാട്ടിലാണെങ്കിൽ, ഇപ്പൊ ലാറ്റിൻ അമേരിക്ക, അതിൽ മിഡിൽ ഈസ്റ്റ്, ഇറാൻ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമ ഇറങ്ങിയെന്ന് വെച്ചു, ഇവിടുത്തെ സൊസൈറ്റിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഉള്ളത്. ഇതിൽ മമ്മൂട്ടി മോഹൻലാലും ഇല്ല, ഷെജിനും ഡോക്ടറും ഒക്കെയാണ് ഉള്ളത്, ബാൽപ്പമാഷൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചിട്ട് ആൾക്കാർ കാണണമെങ്കിൽ. ഇവിടെ സിനിമ സാക്ഷരത ഇല്ലാത്തതുകൊണ്ട് ഇത് ചിലപ്പോൾ സിനിമ തിയേറ്ററിൽ 100 തിയേറ്ററിലൊന്നും ഓടുന്നത് 100 കോടി പടമൊന്നും അല്ലത്. ഇതാണ് വ്യത്യാസം. സിനിമ സാക്ഷരത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത്. അപ്പം നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്, അതായത് ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ, അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു മനുഷ്യൻ അല്ല കൊമേഴ്സ്യലാവണ എങ്ങനെയാണ്. ഞാൻ ഇറങ്ങിപ്പോകുന്നൊരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു വുഡ് കട്ടർ പെട്രോളൊക്കെ അടിച്ച് കത്തിക്കുന്ന സാധനം, അതുകൊണ്ട് ഇങ്ങനെ ആളിലേക്ക് ഇങ്ങനെ മുറിച്ചുകൊണ്ട് നടക്കുന്ന സാധനം 200 കോടി രൂപ കിട്ടിയിരുന്ന ആട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ സിനിമ ഇന്റർവെല്ലത്തിനേക്കുമ്പോ ഞാൻ ഇറങ്ങിപ്പോണ്ട് വന്നു. അല്ല ഞാൻ പറഞ്ഞത് അതാണ് കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയാനെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും കിട്ടണ്ടേ? അതാണ് കണ്ടീഷൻ ഉണ്ട്. ഇദ്ദേഹം സമ്മതിച്ചൊരു കണ്ടീഷൻ ഉണ്ട്, ഈ കാശ് പ്രതീക്ഷിക്കണ്ട. ഇതിലെ ഒരു കാര്യമുള്ളത്, നമുക്ക് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഞാൻ
ബേസിക്കലി സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് സിനിമയായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു, പല രൂപത്തിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തെരുവിലിറങ്ങി സമരം നടത്താനുള്ള സമയമില്ല, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി ധർണ ഇരിക്കാനുള്ള നേരമില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ട സമരമുറ അതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അറ്റൻഷൻ വരുത്തുന്ന പല മാർഗങ്ങളായിരിക്കും. എന്നെ സംബന്ധിച്ച് അതിന് നേരമില്ല. അപ്പോൾ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം വെച്ചിട്ട് ഒരു മെസ്സേജ് ഒരു ദൃശ്യവൽക്കരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്ക് കാണാനുള്ളൊരു അവസരമായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പബ്ലിക്കിൻ്റെ കാര്യങ്ങളാണ്. എല്ലാവരും മെസ്സേജ് തരുന്നുണ്ട്, പല രൂപത്തിലാണെന്നുള്ളൂ. ഇത് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്തത്. കാണണം എന്ന് പറയുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമ. തീർച്ചയായിട്ടും ഈ 2 സിനിമയും തിയേറ്റർ റിലീസാണ്. കാരണം അത് എപ്പോഴും ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വേണം. അത് ഞാൻ ഏത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താലും എൻ്റെ പോളിസി അതൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യണം.